ബാക്കിയുള്ള വിശേഷത്തിലേക്ക് വരെ നമുക്കിപ്പോ മഹേഷ് ചന്ദ്രൻ വീണ്ടും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മഹേഷ്, ഇനിയിപ്പോ വോട്ടെണ്ണാൻ അധികം സമയമൊന്നുമില്ല, 6:19 കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ തുടങ്ങും ജനവിധി. ഈ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ ഒരു സാധാരണ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒന്നുകിൽ ആദ്യം പോസ്റ്റൽ ബാലറ്റിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുക, സ്ഥാനാർത്ഥി കയറി വരും. അതല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നമ്മൾ 2014 കണ്ടതാണ് അത്തരത്തിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഈ തീരദേശ വോട്ടുകളൊക്കെ ഏകീകരിക്കപ്പെടുമോ? എങ്ങനെയാണ് വിജയപ്രതീക്ഷ? കാരണം തരൂരൊക്കെ തുടക്കം മുതൽ ആ തീരദേശമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ മുന്നോട്ട് പോയത്. നഗര വോട്ടുകൾ കൂടെ നിൽക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നാട് കൈവിടില്ല എന്നൊരു ആത്മവിശ്വാസമാണ് പന്ന്യൻ. അങ്ങനെ ഭയങ്കര ടൈറ്റ് മത്സരം നടന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. നമുക്ക് എപ്പോ അറിയാം ട്രെൻഡൊക്കെ? സേതുലക്ഷ്മി, 8:15 ആദ്യ ട്രെൻഡുകൾ അറിയാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകളായിരിക്കും ആദ്യം എണ്ണുക. സേതുലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ പോസ്റ്റൽ വോട്ടുകൾ നേരത്തെ അതിനൊരു സാധാരണഗതിയിൽ പോസ്റ്റൽ വോട്ടുകളിൽ ഇടതുപക്ഷ വോട്ടുകൾ ഏറെ കാണുന്നതാണ് സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ കണ്ടിരുന്നത്. അതിൻ്റെ ആ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു. കാരണം സർക്കാർ ജീവനക്കാർ വോട്ട് ചെയ്യുന്നു, അതിൽ കൂടുതൽ ഇടതുപക്ഷക്കാരാണെന്ന സങ്കല്പത്തിലാണ് അത്തരത്തിലേക്ക് പറഞ്ഞിരുന്നത്. അതിലൊക്കെ കുറേ മാറ്റങ്ങൾ കുറച്ച് കാലങ്ങളായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റൽ വോട്ടുകളിൽ ചിലയിടങ്ങളിൽ BJP പോലും ലീഡ് ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ തിരുവനന്തപുരം എങ്ങനെയായിരിക്കും വിധി എഴുതുക എന്നതിൻ്റെ സൂചനയായിട്ട് പോസ്റ്റൽ വോട്ടുകൾ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. എങ്കിലും അതിൽ നിന്ന് ആ ഒരു ട്രെൻഡ് അതിൽ നിന്ന് കണക്കാക്കാൻ കഴിയില്ല. ഒന്നാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും എവിടേക്കാണ് കാറ്റ് നീങ്ങുന്നതെന്ന് മനസ്സിലാവും. പക്ഷേ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എപ്പോഴും ശക്തമായ ത്രികോണ മത്സരം ഈ പതിറ്റാണ്ടുകളിൽ നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. ഇവിടെ BJP ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. കഴിഞ്ഞ തവണ BJPക്ക് 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞ ഒരേ ഒരു മണ്ഡലമാണ് കേരളത്തിൽ തിരുവനന്തപുരം. കുമ്മനം രാജശേഖരനാണ് 2ാം സ്ഥാനത്ത് എത്തിയത്. കുമ്മനം ജയിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ഭൂരിപക്ഷം കുറയുമെന്ന പേടി തരൂരിനുണ്ടായിരുന്നു. 25,000 വോട്ടിന് ജയിക്കാൻ സാധ്യതയുള്ളൂ എന്ന് തരൂരും അതുപോലെ കോൺഗ്രസും വിലയിരുത്തിയപ്പോൾ 1,00,000-ഓളം വോട്ടുകൾക്കാണ് ശശി തരൂർ കഴിഞ്ഞ തവണ തിരുവനന്തപുരം നിലനിർത്തിയത്. കുമ്മനം രാജശേഖരൻ 2ാം സ്ഥാനത്തേക്ക് പോയപ്പോൾ CPIയിലെ C. ദിവാകരൻ 3ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു. അത് ആ ഒരു രീതിയിൽ കുറച്ചു കാലങ്ങളായി LDF 3ാം സ്ഥാനത്തും BJP അല്ലെങ്കിൽ NDA 2ാം സ്ഥാനത്തും UDF 1ാം സ്ഥാനത്ത് എത്തുന്ന കാഴ്ച തന്നെയാണ് തിരുവനന്തപുരത്തുള്ളത്. അതിൽ മാറ്റം വരുത്തുവാൻ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശശി തരൂർ വീണ്ടും പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു, പോരാട്ടം നടത്തിയിരിക്കുന്നു. ഒപ്പം എതിരാളിയായി എത്തിയിരിക്കുന്ന കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറാണ് NDAക്ക് വേണ്ടി. പന്ന്യൻ രവീന്ദ്രൻ CPIയുടെ ജനകീയ മുഖം, ഇടതുപക്ഷത്തിൻ്റെ ജനകീയ മുഖം എന്ന് പറയാവുന്ന പന്ന്യൻ രവീന്ദ്രൻ, നേരത്തെ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ വീണ്ടും ഒരു മത്സരത്തിൽ ഇറങ്ങുകയും ചെയ്തു. ഇവരിൽ ആരെയാണ് തിരുവനന്തപുരം ഭരിക്കുക, ആരെയൊക്കെയാണ് കൈവിടുക എന്നുള്ളത് അറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. സേതുലക്ഷ്മി.